അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ്. പ്രിയ ശ്രോതാക്കളെ, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ മുആദ് വല്ലാഹി ഇന്നി ല ഉഹിബ്ബുക്. മുആദേ, അള്ളാഹു തന്നെയാണ് സത്യം, ഞാൻ താങ്കളെ സ്നേഹിക്കുന്നു. ശേഷം മുആദ് റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഉപദേശം നൽകുകയും ചെയ്തു. താങ്കൾ എല്ലാ നമസ്കാരങ്ങൾക്ക് പിറകെയും ഈ പ്രാർത്ഥന നിർവഹിക്കണമെന്ന്. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക് വശുക്രിക് വഹുസ്നി ഇബാദത്തിക്. അള്ളാഹുവെ, നിന്നെ ഓർത്തു ജീവിക്കാനും നിനക്ക് നന്ദി കാണിക്കാനും നിനക്ക് നന്നായി ഇബാദത്ത് ചെയ്യാനും നീ എന്നെ സഹായിക്കണേ. ഈ പ്രാർത്ഥന നമുക്ക് എല്ലാ ഫർളും സുന്നത്തുമായ നമസ്കാരങ്ങളിൽ സലാം വീട്ടും മുമ്പും ഫർള് നമസ്കാരങ്ങളിൽ നിന്ന് സലാം വീട്ടിയ ശേഷവും പ്രത്യേകമായി നിർവഹിക്കാവുന്നതാണ്. നമ്മുടെ മറ്റ് പ്രാർത്ഥനാ സമയങ്ങളിലും ഇങ്ങനെ പ്രാർത്ഥിക്കാം. 3 കാര്യങ്ങളുടെ തൗഫീക്കിന് വേണ്ടിയാണ് നാം ഈ പ്രാർത്ഥന നിർവഹിക്കുന്നത്. ആദ്യം തേടുന്നത് അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക്. അള്ളാഹുവെ, നിന്നെ ഓർത്തു ജീവിക്കാൻ നീ എന്നെ സഹായിക്കണേ എന്നാണ്. നാം എങ്ങനെയാണ് അള്ളാഹുവിനെ ഓർത്ത് ജീവിക്കേണ്ടവരായി മാറുക എന്നതിനെക്കുറിച്ചാണ് ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു ഉണർത്തി, ഫദ്കുറൂനി അദ്കുറുക്കും വഷ്കുറൂലി വല തക്ഫുറൂൻ. ആകയാൽ നിങ്ങൾ എന്നെ ഓർക്കുക, ഞാൻ നിങ്ങളെ ഓർക്കും. നിങ്ങൾ എനിക്ക് നന്ദിയുള്ളവരാവുക, നിങ്ങൾ എന്നോട് നന്ദി കെട്ടവരായി മാറരുത്. മറ്റൊരു വചനത്തിലൂടെ വല ദിക്റുല്ലാഹി അക്ബർ, അള്ളാഹുവിനെ ഓർത്ത് ജീവിക്കലാണ് ഏറ്റവും വലിയ കാര്യം എന്നും ഉണർത്തി. അള്ളാഹുവിനെ ധാരാളമായി ഓർക്കാൻ കൽപ്പിച്ച വചനങ്ങൾ വിശുദ്ധ ഖുർആനിൽ വേറെയും നമുക്ക് കാണാൻ കഴിയും. ഒരു ഖുദ്സിയായ ഹദീത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഇന്നല്ലാഹ അസ്സ വജല്ല യഖൂൽ. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, അന മഅ അബ്ദി മാ ദക്കറനി വതഹറക്കത് ബി ഷഫതാഹു. ഞാൻ എൻ്റെ അടിമ എന്നെ ഓർത്ത് അവൻ്റെ ചുണ്ടുകൾ ചലിപ്പിക്കുന്ന സമയമെത്രയും ഞാൻ അവനോടൊപ്പമാണ് എന്ന്. അള്ളാഹുവിനെ ഓർത്ത് ജീവിക്കുന്നവരാവുക എന്ന അവസ്ഥയിൽ നാം എത്തുമ്പോൾ പ്രധാനമായും 3 കാര്യങ്ങൾ നാം നേടേണ്ടതുണ്ട്. ഒന്ന്, അള്ളാഹു എന്ന ബോധം ജീവിതത്തിലുടനീളം ഉണ്ടാവുക എന്നതാണ്. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും. തീർച്ചയായും സത്യവിശ്വാസികൾ അള്ളാഹു എന്ന് അവരോട് പറയപ്പെട്ടാൽ അവരുടെ ഹൃദയങ്ങൾക്ക് ഒരു നടുക്കമുണ്ടാകും. ഇങ്ങനെ അള്ളാഹു എന്ന ബോധം ജീവിതത്തിലുടനീളം ഉണ്ടാകുക എന്നത് അള്ളാഹുവിനെ ഓർത്തു ജീവിക്കുന്നതിൻ്റെ ഭാഗമാണ്. രണ്ടാമത്തത് തർക്കുൽ മഅ്സിയ, പാപങ്ങൾ വെടിയുക എന്നതാണ്. അള്ളാഹുവിനെ സദാസമയവും ഓർക്കുന്ന ഒരാൾ പാപങ്ങളിൽ നിന്ന് വിട്ടകന്ന് കഴിയും. തിന്മകൾ വെടിയാൻ അതവനെ പ്രേരിപ്പിക്കും. അതുകൊണ്ട് അള്ളാഹുവിനെ ഓർക്കുന്നവൻ പാപമുക്തനായി ജീവിക്കാൻ പരമാവധി പരിശ്രമിച്ചു കൊണ്ടിരിക്കണം എന്നർത്ഥം. മൂന്നാമത്തേത് ദിക്റും ബിൽ ലിസാൻ, നാവുകൊണ്ട് അള്ളാഹുവിനെ ഓർക്കലാണ്. സുന്നത്തിൽ സ്ഥിരപ്പെട്ട ധാരാളം ദിക്റുകളുണ്ട്. സമയബന്ധിതമായും പ്രത്യേകം എണ്ണം തിട്ടപ്പെടുത്തിയും അല്ലാതെയും നിർവഹിക്കേണ്ട ദിക്റുകൾ. അവയുടെ അർത്ഥവും ആശയവും മനസ്സിലാക്കി അവ നാവുകൊണ്ട് ഉച്ചരിക്കുക എന്നത് നബിചര്യയിൽപ്പെട്ടതാണ്. സൂറത്തുൽ അറാഫിലെ 205 വചനത്തിലൂടെ അള്ളാഹു ഉണർത്തി, വദ്കുർ റബ്ബക ഫീ നഫ്സിക തളറുഅൻ വഖീഫത്തൻ വദൂനൽ ജഹ്രി മിനൽ ഖൗലി ബിൽ ഗുദുവി വൽ ആസ്വാൽ വലാ തകും മിനൽ ഗാഫിലിൻ. വിനയത്തോടെയും ഭയപ്പാടോടുകൂടിയും വാക്ക് ഉച്ചത്തിലാകാതെ രാവിലെയും വൈകുന്നേരവും നീ നിൻ്റെ റബ്ബിനെ ഓർക്കുക, നീ അശ്രദ്ധരിൽ പെട്ടുപോകരുത്. ഇങ്ങനെ അള്ളാഹുവിനെ ഓർത്ത് കഴിയാൻ നാം പരിശ്രമിക്കുക. അള്ളാഹു നമുക്ക് അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി. എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.